السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ നസീൽ അസീസ് നമുക്ക് നൽകുന്ന ഖുർആൻ വിശദീകരണത്തിൻ്റെ ഭാഗങ്ങളിലൂടെയാണ്, അത് മനസ്സിലാക്കുവാനുള്ള ശ്രമത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറ ബഖറയിലെ 36-ാമത്തെ വചനത്തിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പ് 35-ലെ 2 കാര്യങ്ങളെക്കുറിച്ച് ഹസ്രത്ത് ഖലീഫത്തുള്ള ചെറിയ നിലയിലുള്ള ഒരു വിശദീകരണം നൽകുന്നുണ്ട്. അത് പ്രൊസ്ട്രേറ്റിംഗ് ആൻഡ് വർഷിപ്പിംഗ് എന്നുള്ള 2 കാര്യമാണ്. ആദം അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ നിങ്ങൾ അനുസരണം പുലർത്തി പ്രവർത്തിക്കുവാൻ അല്ലാഹു തആല മലക്കുകളോട് പറയുന്നു. അപ്പോൾ അവിടെ ഉസ്ജുദൂ ലി ആദമ എന്നാണ് പറഞ്ഞത്. ആദം അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യൂ എന്നാണ് സാധാരണ അർത്ഥം മനസ്സിലാക്കുന്നത്. ഒരിക്കലും ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. സൃഷ്ടി എപ്പോഴും സൃഷ്ടാവിൻ്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സുജൂദ്, പ്രൊസ്ട്രേഷൻ, കാൽക്കൽ വീഴുക, അല്ലെങ്കിൽ അനുസരണം പുലർത്തുക, അല്ലെങ്കിൽ സഹായിയായി നിലകൊള്ളുക എന്നുള്ള അർത്ഥത്തിലാണ്. അത് ഒരിക്കലും വർഷിപ്പിംഗ് അല്ല. അതിയായ സ്നേഹം കാണിക്കുന്നതിനാണ് വർഷിപ്പ്, ആരാധന, സുജൂദ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ശക്തിയുടെ മുമ്പിൽ നമ്മൾ സകലതും സമർപ്പിച്ച് ആരാധന നടത്തുന്നുവോ, അതിയായ സ്നേഹവായ്പോടുകൂടി രക്ഷാമാർഗം തേടുന്നുവോ, ആ ശക്തിപ്രഭാവത്തിൻ്റെ മുമ്പിൽ മാത്രമേ നമ്മൾ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞതിൻ്റെ താല്പര്യം, ആദം അലൈഹിസ്സലാം ഭൂമിയിൽ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുവാൻ പോവുകയാണ്. അത് നിറവേറ്റുന്നതിന് സഹായകരമായ സമീപനങ്ങൾ മലക്കുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ദ ഖലീഫത്തുള്ളാസ് വർക്ക് ഈസ് നോട്ട് ആൻ ഈസി വർക്ക്, ഈസി ടാസ്ക്. ടാസ്ക് എന്ന് പറയുമ്പം ഒരു വളരെ വിഷമം പിടിച്ച ഒരു ജോലി ഏറ്റെടുത്ത് ചെയ്യുന്നതിനാണ് പറയുന്നത്. ഖലീഫത്തുള്ളയുടെ ജോലി ഒരിക്കലും നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഒരു ജോലിയല്ല. സബ്മിറ്റിംഗ്, അത് സമർപ്പണം ടു ആദമിനെ നിങ്ങൾ സമർപ്പിക്കുക, ആദമിനെ സഹായിയായി നിലകൊള്ളുക. ആൻഡ് പേയിങ് ഹിം ഒബീഷ്യൻസ് ഈസ് നോട്ട് ഷിർക്ക്.
അദ്ദേഹം പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും അത് ഷിർക്കല്ല. സല്യൂട്ടിങ് ഹിം, വിഷിങ് ഹിം ഗുഡ്നസ് ഇൻ ഹിസ് മിഷൻ, അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുന്നതിന് നിങ്ങൾ സഹായമായി നിൽക്കുക, അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്താങ്ങിക്കൊണ്ട് കൂടെ നിൽക്കേണ്ടതാണ്. ജസ്റ്റ് ലൈക്ക് സംബഡി ഗോയിങ് എബ്രോഡ് ടു പെർഫോം എ ഡിഫിക്കൽട്ട് ടാസ്ക്. അതിനൊരു ഉദാഹരണമായിട്ട് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നത്, ഒരാൾ വിദേശത്തേക്ക് പോകുന്നു, വളരെ വിഷമം പിടിച്ച ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള ആളിന് നമ്മൾ വി വിഷ് ഹിം എ ബോൺ വോയേജ് വിത്ത് ആൻ അക്കോളേഡ്. അങ്ങനെ പോകുന്ന ഒരാൾക്ക് നമ്മൾ ഒരു ശുഭയാത്ര നേരാറുണ്ട്. പോയി നല്ല നിലയിൽ അത് ചെയ്യുവാനും പൂർത്തിയാക്കുവാനുമുള്ള ശക്തി ഉണ്ടാകട്ടെ, കഴിവുണ്ടാകട്ടെ, അവസരമുണ്ടാകട്ടെ, അതിനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയോടുകൂടി യാത്രയാക്കാറുണ്ട്. ഇതുപോലെ മലക്കുകളോട് ഈ ഏറ്റെടുത്തിരിക്കുന്ന ഈ കാര്യം നല്ല നിലയിൽ പൂർത്തിയാക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ എന്നുള്ള ഒരു അംഗീകാരവും അഭിനന്ദനവും മാത്രമാണ് അവിടെ മലക്കുകളുടെ ജോലി. അതൊരിക്കലും ഒരു ഷിർക്കല്ല. വി വോട്ട് ടു ഫീൽ ഹാപ്പി ആസ് ഹീ ഈസ് ഗോയിങ് ടു ഡു എ വെരി ഡിഫിക്കൽട്ട് ജോബ് ഫോർ ദ കോസ് ഓഫ് അല്ലാഹ്. അള്ളാഹുവിൻ്റെ വഴിയിൽ ഏറ്റവും പ്രയാസമേറിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ഖലീഫമാർ, അള്ളാഹുവിൻ്റെ പ്രതിനിധികൾ. അള്ളാഹു തആല അത്തരം ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുമ്പോൾ അത് നിർവഹിക്കുക എന്നത് വളരെ പ്രയാസമുള്ളതാണ്. അതിന് മലക്കുകളുടെ സഹായം, അവരുടെ സപ്പോർട്ട്, അവരുടെ പിന്താങ്ങൽ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ സഹായികളായിട്ടുണ്ട്, മിത്രങ്ങളായിട്ടുണ്ട് എന്നുള്ള ആ നില അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നഹ്നു അഹ്ലിയാഉക്കും ഫിൽ ഹയാത്തു ദുനിയ വൽ ആഖിറ. ഇഹലോകത്തും നാളെ പരലോകത്തും നിങ്ങളുടെ മിത്രങ്ങളായി സഹായികളായി നിങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് അള്ളാഹുവിൽ നിന്നുള്ള മലായികത്തുകൾ വന്ന് മുഅ്മിനീങ്ങൾക്ക് ആശ്വാസം പകരുന്ന രംഗമൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അല്ലാഹു തആല ആദം അലൈഹിസ്സലാമിനോട് ആദം അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുവാൻ പറഞ്ഞത് ഒരിക്കലും നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് പോലെയുള്ള സുജൂദ് അല്ല, അത് അദ്ദേഹത്തിന് വേണ്ടുന്ന പിന്താങ്ങൽ നൽകുക എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് വിശദീകരിക്കുന്നു. അപ്പോൾ ആദം അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക എന്ന് പറയുമ്പോൾ നാം ആ രീതിയിൽ അത് മനസ്സിലാക്കുക. ദർ ഇസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ സബ്മിറ്റിംഗ് ആൻഡ് പ്രൊസ്ട്രേറ്റിംഗ്. നമ്മൾ ഒരു കാര്യത്തിന് സർവാത്മന പിന്താങ്ങൽ നൽകുന്നതും അത് അവരുടെ മുമ്പിൽ ശിരസ് കുനിച്ച് ആരാധനാഭാവത്തിൽ അതിയായ സ്നേഹത്തോടുകൂടിയുള്ള ആ പ്രകടനം കാണിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലാഹ് ഹാസ് നെവർ ടാട്ട് ഏഞ്ചൽസ് ടു വർഷിപ്പ് ആദം. അല്ലാഹു തആല മാലാഖമാരെ ഒരിക്കലും ആദം അലൈഹിസ്സലാമിനെ ആരാധന നടത്തുവാൻ കൽപ്പിച്ചിട്ടില്ല. അല്ലാഹ് ഹാസ് നെവർ ടാട്ട് ഏഞ്ചൽസ്, മാലാഖമാരെ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടില്ല ടു വർഷിപ്പ് ആദം, ആദമിന് ആരാധന നടത്തുവാൻ. അവിടെ ആരാധന കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് ഇത് മാത്രമാണ്, ആ കാര്യത്തിൽ അദ്ദേഹത്തിനെ സഹായിക്കുക. ഓൺലി പേയിങ് ഹിം ഒബീസിയൻസ് സോ ദാറ്റ് അറ്റ് എനി ടൈം. അപ്പോൾ ഒരു അനുസരണം പുലർത്തുക എന്നുള്ളത് മാത്രമാണ്. സോ ദാറ്റ് അറ്റ് എനി ടൈം ആദം നീഡ്സ് ഹെൽപ്പ്. ആദമിന് എപ്പോഴൊക്കെ സഹായം ആവശ്യമുണ്ടോ ദി ഏഞ്ചൽസ് വുഡ് ബി റെഡി ടു ഹെൽപ്പ് ഹിം. മാലാഖമാർ അദ്ദേഹത്തെ സഹായിക്കുവാൻ സദാ സന്നദ്ധരായി മിലിറ്ററി നിൽക്കുന്നത് പോലെ നിൽക്കുന്ന നിലയിലായിരിക്കണം. ടു അക്കമ്പനി ഹിം എവരിവെയർ ഹി ഗോസ്. അദ്ദേഹം എവിടെയൊക്കെ പോകുന്നുവോ അവിടെയൊക്കെ നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം സഹായികളായിട്ട്. ഇതാണ് ഈ വചനത്തിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ദാറ്റ് ഈസ് വൈ വി സേ ദാറ്റ് ഏഞ്ചൽസ് ഓൾവേസ് അക്കമ്പനി അല്ലാഹ്സ് മെസ്സഞ്ചേഴ്സ്. അതുകൊണ്ടാണ് നാം മനസ്സിലാക്കുന്നത് മാലാഖമാർ, മലക്കുകൾ എപ്പോഴും അള്ളാഹുവിൻ്റെ ദൂതന്മാരോടൊപ്പം അകമ്പടി സേവിച്ച് ഉണ്ടായിരിക്കും. ഖലീഫാസ് ആൻഡ് പ്രോഫറ്റ്സ്, അത് പ്രവാചകന്മാരെന്ന നിലയിലോ ഖലീഫമാരെന്നുള്ള നിലയിലോ ദൂതന്മാരെന്ന നിലയിലോ ഒക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ഖലീഫമാരെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെക്കുറിച്ച് ആ നിലയിലൊക്കെ പറയുമ്പോൾ അവരോടൊപ്പം അള്ളാഹുവിൻ്റെ
മലായിക്കത്തുകളുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കും. ഏത് സമയത്തും റെവലേഷനും അതുപോലെ വിപത്തുകൾ ഉണ്ടാകാതെ സംരക്ഷിക്കുന്നതിനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ അവർ സൃഷ്ടിക്കുന്നതാണ്. ഇബ്ലീസ് റെഫ്യൂസ് ടു ഡു സോ. എന്നാൽ ഇബ്ലീസിൻ്റെ കാര്യം വീണ്ടും വരുന്നു. ഇത് അങ്ങനെ ചെയ്യുവാൻ അദ്ദേഹത്തെ സഹായിക്കുവാൻ ഇബ്ലീസ് തയ്യാറായില്ല. സോ ആസ് ഹീ ഈസ് ജലസ്, അതിൻ്റെ കാരണം അവൻ അസൂയാലുവായിരുന്നു. അപ്പോൾ അസൂയ എന്ന് പറയുന്ന ഒരു വിചാരം, ഒരു വികാരം നമ്മളിലെല്ലാവരിലും ഉണ്ട്. ഒരുത്തൻ മറ്റുള്ളവനേക്കാൾ, അവൻ എന്നേക്കാൾ വലുത്, അതൊന്നും അംഗീകരിക്കാത്ത ആ ഒരു ഭാവം നമ്മളിലുണ്ട്. നമ്മൾ വിനയാന്വിതരിൽ വിനയാന്വിതരായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിക്കണം. അപ്പോൾ നമുക്ക് ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളും അള്ളാഹുവിൻ്റേതാണ്. അപ്പോൾ ആ സൃഷ്ടികളോട് നമുക്ക് അങ്ങേയറ്റത്തെ വിനയഭാവമായിരിക്കണം ഉണ്ടായിരിക്കും. അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും നന്മ ഉപദേശിക്കുകയും നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്നതിന് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കേണ്ട നിസ്സാരന്മാരിൽ നിസ്സാരന്മാരായ നിലയിലുള്ള ഒരു ഇതായിരിക്കണം മോമിനിയങ്ങളുടെ, വിശ്വാസികളുടെ ഗുണമായിട്ട് എടുത്തു പറയുന്നു. അങ്ങേയറ്റത്തെ നിസ്സാരന്മാരിൽ നിസ്സാരന്മാരായ നിലയിൽ. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇബ്ലീസിന് അവൻ അസൂയ ഉള്ളവനാണ്. അപ്പോൾ നമുക്ക് അസൂയ വരികയാണെങ്കിൽ നമുക്ക് ആ ഇബ്ലീസിൻ്റെ ചില ക്വാളിറ്റി നമ്മളിലേക്ക് കടന്നു വരികയാണ്. അതുപോലെ മിസ്ചിയസ്, കുഴപ്പമുണ്ടാക്കുക, ഫിത്ന ഉണ്ടാക്കുക, സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ അനുവദിക്കാതെ അതിനകത്ത് കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ. അപ്പം നമ്മളെപ്പോഴും സമാധാനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടവരാണ്. അപ്പം വ്യക്തി സ്വയം സമാധാനം കണ്ടെത്തുക, അതുപോലെ നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ സമാധാനം കണ്ടെത്തുക. ഓരോരുത്തരുടെയും, ഭർത്താവിൻ്റെ ആയാലും ഭാര്യയുടെ ആയാലും മക്കളുടെ ആയാലും മാതാപിതാക്കളുടേതായാലും സഹോദരി സഹോദരന്മാരുടെ ആയാലും ഓരോരുത്തരും പരിശ്രമിക്കണം. എന്തിനു വേണ്ടി? ഞാൻ മൂലം ഈ ലോകത്ത് സമാധാനമല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല. അപ്പോൾ നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കണം, നമ്മുടെ നോട്ടങ്ങൾ സൂക്ഷിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ നമ്മുടെ സമസ്ത മേഖലകളും ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി. അങ്ങനെയാണല്ലോ സ്വർഗത്തിലേക്ക് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നത്ത്, സമാധാനം പ്രാപിച്ച ആത്മാവേ നീ കടന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വരവേൽപ്പുണ്ട് മോമിനിയങ്ങൾക്ക്. ആ സമാധാനം പ്രാപിച്ച ആത്മാക്കളായിരിക്കണം നമ്മുടെ ഉള്ളിൽ, നമ്മളിൽ കുടികൊള്ളേണ്ടത്. നമ്മളിലൂടെ സമാധാനവും ശാന്തിയും ആയിരിക്കണം ലോകത്ത് വ്യാപിക്കേണ്ടത്. അത് നമ്മളിൽ തുടങ്ങി നമ്മുടെ കുടുംബത്തിലൂടെ, അത് മറ്റ് അടുത്ത വീടുകളിലൂടെ, എല്ലായിടങ്ങളിലും നമ്മളിൽ നിന്നുള്ള സമാധാനത്തിൻ്റെ പ്രവാഹം ഒഴുകണം. അസൂയ ഉണ്ടാകരുത്. അതുപോലെ മിസ്ചിവസ്, കുഴപ്പമുണ്ടാകുന്ന ഒന്നും നമ്മളിൽ നിന്ന്. ആൻഡ് ഷോട്ട് ഹിസ് അറഗൻസ്, അത് അങ്ങനെയുള്ള ആളുകൾ വളരെ പരുഷമായ നിലയിലായിരിക്കും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. ആൻഡ് സപ്പോസ്ഡ് സുപ്പീരിയോറിറ്റി ഓവർ മാൻ, അവരെക്കാളൊക്കെ ഞാൻ വലിയ ആളാണ് എന്നുള്ള ഒരു ഭാവം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇബ്ലീസ് എന്ന് പറയുന്ന ഒരു ശക്തി പ്രഭാവം ഉണ്ട്. അത് ചിലപ്പോൾ നമ്മളിൽ തന്നെ അത് കടന്നു വരാം. ആ ഗുണവിശേഷം നമ്മളിൽ ഉണ്ടാകരുത്. ഇനി മറ്റൊരു ആൾ രൂപത്തിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദർശിക്കുവാൻ കഴിയും. വെന്നെവർ എ ഖലീഫത്തുല്ലാ കംസ്, എപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ, അള്ളാഹുവിൻ്റെ ഒരു ഖലീഫ നിയോഗിക്കപ്പെടുന്നുവോ, ദർ വിൽ ബി ആൾവേസ് ഇബ്ലീസ്, അപ്പോൾ അവരുടെ മുമ്പിൽ ഇബ്ലീസ് ഉണ്ടായിരിക്കും. ഹു വിൽ കം അക്രോസ് അള്ളാഹ്സ് ചോസൻ സെർവൻറ്റ്, ഈ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ്റെ വഴി മുടക്കുന്നതിനായിട്ട്, വഴിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് ഇബ്ലീസ് അവിടെ ഉണ്ടാകും. ദിസ് ബിഗാൻ സിൻസ് ആദം ദ ഫസ്റ്റ് ഖലീഫത്തുള്ള, ഇത് അള്ളാഹുവിൻ്റെ പ്രഥമ ഖലീഫയായ ആദം മുതൽ ആരംഭിച്ചതാണ്. പ്രഥമ ഖലീഫ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഈ യുഗത്തിലെ 6000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു ആദം മാത്രമല്ല, അതുപോലെയുള്ള ആയിരക്കണക്കിന് ആദന്മാർ മുമ്പ് കടന്നു പോയിട്ടുണ്ട്. അത് കാലാതീതമായ കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. അതായത് പാസ്റ്റിലേക്ക് പോകുന്നതിനൊരു പരിധിയുണ്ട്. അവിടെ ചെല്ലുമ്പം കർട്ടനാണ്.
അതുപോലെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ നോക്കുമ്പോഴും അവിടെയും നമുക്ക് കർട്ടനാണ്. എങ്ങുമില്ല, ഇടഭാഗത്തുള്ള ഒരു അല്പം വെളിച്ചം മാത്രമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. സോ ഇഫ് പീപ്പിൾ ആർ ബ്ലെയിമിങ് അല്ലാഹ്, അപ്പോൾ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുക, ഈ ഇബ്ലീസ് ചെയ്താൽ ഞാൻ ഇതനുസരിക്കത്തില്ല, എൻ്റെ ഈ കൽപ്പന പറയുന്ന ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ഡോണ്ട് യു തിങ്ക് ദാറ്റ് ഹിസ് ചോസൻ വൺ ദ ഖലീഫത്തുല്ലാ വുഡ് ബി ബ്ലെയിം ടു? അള്ളാഹുവിൻ്റെ കൽപ്പന നമ്മൾ നിറവേറ്റുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ കൽപ്പനയും നമ്മൾ നിറവേറ്റുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ കൽപ്പന നമ്മൾ നിറവേറ്റുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഇത് ഇൻ്റർലിങ്കിങ് ആണ്, പരസ്പര ബന്ധിതമായി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുക, എന്നെ പിന്തുടരുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുവാൻ അള്ളാഹു തആല കൽപ്പിച്ചത്. അപ്പോൾ ഒരു മാതൃകാ പുരുഷൻ നമ്മുടെ മുന്നിൽ ഉണ്ടാവണം. അത് സാധാരണ നമ്മളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾ ഒരു മാതൃകാ പുരുഷനായിട്ട് അള്ളാഹു തആല ആ നിലയിലാക്കിയിട്ടില്ല. അതിനുവേണ്ടി അള്ളാഹു തആല തിരഞ്ഞെടുത്ത് വിട്ടതിന് ശേഷം അവരുടെ ഉപദേശ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകണം. അപ്പോൾ അതിന് അള്ളാഹു തആല പുരോഗതി നൽകും. പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പ്രയാണം ചെയ്യുന്നതാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞതിന് ശേഷം സൂറ ബഖറയിലെ 36-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. ആ വചനം മാത്രം ഒന്ന് പാരായണം ചെയ്യുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. വഖുൽനാ യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈദു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ഷജറത ഫതകൂനാ മിനൽ ളാലിമീൻ. ഇതും വളരെയധികം തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളിൽ ചർച്ചാ വിഷയമാക്കിയിട്ടുള്ള ഒരു വചനമാണ്. ഇതിൻ്റെ വിശദീകരണങ്ങളുമായി ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അള്ളാഹു തആല കൽപ്പിച്ച അവൻ്റെ കൽപ്പനകൾ യഥാർത്ഥമായ നിലയിൽ മനസ്സിലാക്കി അത് നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തുകയും ശാന്തിയും സമാധാനവും സ്വയം ആർജിക്കുകയും മറ്റുള്ളവരിലേക്ക് നമ്മളിൽ എന്തുണ്ടോ അത് മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ആ ശാന്തിയും സമാധാനവും നമ്മൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. അത് അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ മാത്രമേ ആ സമാധാനം നമുക്ക് കണ്ടെത്തുകയുള്ളൂ. എല്ലാം നമ്മൾ ദർശിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയും അത് ആദരിക്കപ്പെടേണ്ടതും അതിന് സമാധാനവും ശാന്തിയും നൽകേണ്ടത് ആണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹു അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.